ടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അഴിയൂരിലെ മുൻ പഞ്ചായത്ത് അംഗവും SDPI നേതാവുമായ സാലിമിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അക്രമം. 10 വർഷമായി UDF ഭരിച്ച അഴിയൂർ പഞ്ചായത്ത് ഇത്തവണ LDF. മുസ്ലിം ലീഗിന്റെ നല്ലവരായ ചെറുപ്പക്കാരെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കാരണം നമുക്കറിയാലോ, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം പലയിടത്തും ഒരു കാരണവും ഇല്ലാതെയാണ് അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നല്ല കൃത്യമായ അജണ്ടയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം ലീഗിലെ ചില നേതൃത്വങ്ങൾക്ക് വേറെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു പ്രകോപനവും ഇല്ലാതെ SDPIക്ക് നേരെയും അതുപോലെ തന്നെ CPM നേരെയൊക്കെ വളരെ ഇതുവരെ കണ്ടുവരാത്ത രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നു അല്ലേ? ഇതുവരെ കണ്ടുവരാത്ത രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ. എന്തായിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാക്കാനൊക്കെ പറ്റൂ. ചില നേതൃത്വങ്ങൾ എന്തൊക്കെയോ കരുതിക്കൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധാരണക്കാരായ പാപം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ ഉപയോഗിച്ച് അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അല്ലെ? വീടുകാരി ആക്രമിക്കുന്നു, തോറ്റ സ്ഥാനാർത്ഥി അതല്ലെങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥി വീടുകാരുന്നു എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? വേറെ ഒരു പാർട്ടിക്കാർ BJP പോലും എന്ത് ചെയ്തില്ല കേരളത്തിൽ ഇപ്പോൾ ആ രീതിയിലുള്ള അക്രമ പ്രവർത്തനം നടത്തുന്നില്ല. പക്ഷെ മുസ്ലിം ലീഗിന്റെ കൃത്യമായ ഈ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളുമായിട്ടാണ് അവർ പോകുന്നത്. എന്തെങ്കിലും പ്രകോപനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രകോപനവും ഇല്ലാതെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തായിരിക്കും അവർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം അഴിയൂരിൽ ഒരു പ്രാദേശിക SDPI നേതാവിനെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, ലീഗ് ഗുണ്ടകൾ ആക്രമിക്കുന്നത്. അതും പതിയിരുന്നിട്ട് ആക്രമിച്ചു. അവർ രക്ഷപ്പെട്ടു പോയി. ഇപ്പോൾ അവിടെ നാട്ടിൽ ആ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വങ്ങളോ ഈ പറയുന്ന ആക്രമിച്ച ആൾക്കാരൊന്നും നാട്ടിൽ ഇറങ്ങി നടക്കാതെ അവരൊക്കെ മാളത്തിലേക്ക് മാറുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് അവർ വിചാരിക്കും, ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വങ്ങളും അതല്ലെങ്കിൽ ഈ ഗുണ്ടകളെ പറഞ്ഞേക്കുന്നവർ വിചാരിക്കും, SDPIന്റെ ഒരു പ്രാദേശിക നേതാവിനെയൊക്കെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചാൽ അപ്പോഴേക്ക് SDPIക്കാർ കൂടി വന്നിട്ട് കിട്ടുന്ന ഏതെങ്കിലും മുസ്ലിം ലീഗുകാരനെ ആക്രമിക്കുവാൻ അതല്ലെങ്കിൽ വകവരുത്തും എന്നുള്ളൊരു ധാരണയിലാണ്. ആ ധാരണയൊക്കെ എന്ത് ചെയ്യണം, മുസ്ലിം ലീഗിന്റെ നേതൃത്വങ്ങളോടാണ് പറയുന്നത്. അതൊക്കെ മാറ്റി വെക്കണം. നിങ്ങൾ ആരെങ്കിലോ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യും, ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുമെന്നില്ല. ഇനി നിങ്ങൾക്ക് ആവശ്യം ഒരു രക്തസാക്ഷിയാണെങ്കിൽ അത് ഞങ്ങളെ കൈ കണ്ട് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് കിട്ടുകയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട. നിങ്ങൾ ഈ മനഃപൂർവ്വം പലയിടങ്ങളിലും വളരെ പ്രകോപനപരമായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കൊരു രക്തസാക്ഷിയെ വേണമെന്നായിരിക്കും അല്ലേ? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് 6 മാസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പല സീറ്റുകൾ എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. പ്രത്യേകിച്ച് കുറ്റ്യാടി, പേരാമ്പ്ര, നാദാപുരം ഇതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രശ്നവും പ്രകോപനവും ഇല്ലാത്തിടങ്ങളിൽ പോയിട്ടും നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കുന്നതെങ്കിൽ, ഇനി അതല്ലെങ്കിൽ പാവം പ്രവർത്തകരെ ഉപയോഗിച്ച് പ്രകോപനം ഉണ്ടാക്കുന്നതെങ്കിൽ വെറുതെ അവരെ വിട്ടേക്ക് പാവങ്ങളെ. കാരണം അല്ലാതെ നിങ്ങൾ ഒരിക്കലും സാലിം അഴിയൂരിനെ പോലെയുള്ള ഒരാളെയൊന്നും ആക്രമിക്കാൻ എന്ത് ചെയ്യില്ല, തയ്യാറാവൂല. കാരണം ആക്രമിച്ചവർ പോലും എന്ത് ചെയ്യുന്നില്ല, അന്ന് ആ പോയതിനു ശേഷം ആ ബൈക്ക് വന്നിട്ടില്ല. അവിടെയുള്ള പ്രാദേശിക നേതാക്കളും എന്ത് ചെയ്യുന്നില്ല, ഇറങ്ങി നടക്കുന്നില്ല അല്ലേ? ഇവരൊന്നും നാട്ടിലേ ഇല്ല. അപ്പൊ എന്താ പറയുക, സ്വാഭാവികമായിട്ട് കുറച്ചു നേരം കാത്തുനിന്നാൽ പിന്നെ കിട്ടുന്നവരെന്ത് SDPI ആക്രമിക്കും എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ നിയമപരമായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. കാരണം ഏതെങ്കിലും ആൾക്കാരൊന്നും ആക്രമിക്കുന്ന രീതിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ പ്രവർത്തകരാരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന് കണക്ക് ചോദിക്കാനൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനിവിടെ എന്ത് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേസൊക്കെ നടത്തുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരാൾ രക്ഷപ്പെട്ടു പോവാത്ത രീതിയിൽ കേസ് നടത്താൻ പഠിച്ച വിഭാഗമാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉഡായ്പൊന്നും എന്ത് ചെയ്യണ്ട, ഞങ്ങൾ എത്ത് നടക്കില്ല. നിങ്ങൾ CPMനെതിരെയും കളിക്കുന്നത് കാണുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ കൈകളിൽ നിങ്ങൾക്ക് രക്തസാക്ഷിയാണ് വേണ്ടത്. അത് പ്രത്യേകിച്ച് SDPIക്കാരുടെ കൈകളല്ലാണെങ്കിൽ എന്ത് ചെയ്യൂ, ബാഷായി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മുന്നോട്ട് പോകുന്നുണ്ടാവുക. ആ പ്രവർത്തനം അത്ര നല്ലതല്ല. കാരണം നിങ്ങളുടെ പ്രവർത്തകർ ഒരു ലൈസൻസും ഇല്ലാതെ ഇങ്ങനെ പോകുന്നത് അതാരും പിന്നിലില്ലാതെയൊന്നുമല്ല. അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തകർ എന്ത് ചെയ്യൂല, വടിവാളും മറ്റു പരിപാടികളായിട്ടൊന്നും എന്ത് ചെയ്യൂല, ആക്രമിക്കാനൊന്നും എല്ലാ ആൾക്കാരും മുന്നോട്ട് പോകുന്ന രീതിയൊന്നും ഉണ്ടാവില്ല. ആ രീതിയിലുള്ള പ്രവർത്തകരല്ല. നമ്മൾ കുറെ ആ പാർട്ടിയിൽ പ്രവർത്തിച്ച ആൾക്കാരല്ലേ. ഇനി അതല്ലെങ്കിൽ എപ്പോഴും സമാധാനത്തെക്കുറിച്ച് മാത്രം പറയുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നേതൃത്വങ്ങൾ
സമാധാനം പറയുമ്പം അതിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, അണികൾക്ക് അവർക്ക് തോന്നിയ പോലെ എല്ലായിടത്തും ഒരേപോലെ അക്രമം നടത്താറൊന്നുമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഓക്കെ, പക്ഷെ ഇതെല്ലായിടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ റിസൾട്ട് വന്നതിന് ശേഷം അപ്പൊ അതിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ് എന്ന് പറഞ്ഞ ഒരു ഗൂഢാലോചന അതിലുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പരിപാടിയൊക്കെ നിർത്തിയിട്ട് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. എല്ലാ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെന്നല്ല കേട്ടോ കുറ്റം പറയുന്നത്, എല്ലാത്തിലും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു നാട്ടിൽ തന്നെ ഉണ്ടാവില്ല മുസ്ലിം ലീഗിലോ ഇനി അതല്ല മറ്റു പാർട്ടികളൊക്കെ തലതിരിഞ്ഞ് അതിനല്ലേ കുബുദ്ധിയുള്ള ആൾക്കാർ, നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ആയുധവും ഉപയോഗിക്കുക എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ പോലെ ഉള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ വലിയ വളഞ്ഞവരായിട്ട് എന്ത് ചെയ്യേണ്ട നിൽക്കുകയൊന്നും വേണ്ട. നിങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. നിങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, ഞങ്ങളെ പിന്നാലെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് വരരുത്. ഞങ്ങൾ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല. വളരെ മാന്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഞങ്ങൾ നടത്തിയ വികസനത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ വികസന മുരടിപ്പ് പലയിടങ്ങളിലുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വോട്ട് പിടിച്ചത്. പക്ഷെ നിങ്ങൾ അതൊന്നും അല്ല ചെയ്തത്. വളരെ എന്താ പറയുക, മ്ലേച്ഛമായ രീതിയിലുള്ള പ്രചരണങ്ങൾ എന്ന് പറഞ്ഞാൽ SDP എതിരെ നിങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലേ, വളരെ മ്ലേച്ഛമായ. അതിനെക്കുറിച്ചൊന്നും പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, വെറുതെ വിടണം. ഞങ്ങളെ പിന്നാലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, വണ്ടി വിളിച്ച് വരരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഞങ്ങളിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഞങ്ങളിൽ നിന്ന് കിട്ടില്ല. അത് മാത്രം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി.